ഡൊണാൾഡ് ട്രംപും മറ്റ് രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? വ്യത്യാസം അതായത് ലോകത്തിലെ മിക്ക രാഷ്ട്രീയക്കാരും അധികാരത്തെ കച്ചവടമാക്കുമ്പോൾ ട്രംപ് കച്ചവടത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി, അതിലൊരു സത്യസന്ധതയുണ്ട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ബേസിക് ആയിട്ടുള്ള നിലപാടുകളിൽ മാറ്റം വരുത്താനൊന്നും ഇടയില്ല, പക്ഷേ തീരുമാനങ്ങൾ ചടുലായിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അമേരിക്കയിൽ ജനിച്ചു വളർന്ന വിവേക് രാമസ്വാമി എന്ന ബിസിനസ്സുകാരനെയും ലോകസമ്പന്നനായ എലോൺ മസ്കിനെയും നിയുക്ത ട്രംപ് സർക്കാരിനെ കാര്യക്ഷമമാക്കാനുള്ള വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കുന്നത്. സർക്കാരിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഫിഷ്യൻസിയുടെ ചുമതലയാണ് ഇരുവർക്കുള്ളത്. ട്രംപിന് സാമ്പത്തിക സഹായം നൽകുന്നതിലും പ്രചാരണത്തിലൊക്കെ മുന്നിൽ നിന്ന ആളാണ് ഇലോൺ മസ്ക്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറി ട്രംപിന് വേണ്ടി രംഗത്തിറങ്ങിയ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവാണ് വിവേക് രാമസ്വാമി. ലോകസമ്പന്നനാണ് ഇലോൺ മസ്ക്. വിവേക് രാമസ്വാമി ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോയ്വൻ സയൻസിന്റെ സ്ഥാപകനും സ്ട്രൈവ് അസറ്റ് മാനേജ്മെന്റിന്റെ സഹസ്ഥാപകനുമാണ്. അതായത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണം ബിസിനസ്സുകാർ കൈലാക്കിയെന്ന് പറയാം. പാലക്കാട് വേരുകളുള്ള ഒരാൾ 39ാമത്തെ വയസ്സിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ മുൻനിരയിലെത്തുന്നതും ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചതും അമേരിക്കക്കാരല്ലാത്ത പലർക്കും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതൊക്കെ ആ ജനാധിപത്യത്തിന്റെ മഹത്വമാണ്. ഇപ്പോഴും രാഹുൽ ഗാന്ധിന്റെയും സോണിയാഗാന്ധിന്റെ ഒക്കെ പൗരത്വം തപ്പി നടക്കുന്ന ഇന്ത്യയുടെ ഇടുങ്ങിയ രാഷ്ട്രീയമാണ് അമേരിക്കയിലെങ്കിൽ ഒരിക്കലും വിവേക് രാമസ്വാമിയെ ഓർത്ത് അഭിമാനിക്കാൻ നമുക്കൊരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ലോകം കാത്തിരിക്കുന്നുണ്ട്. കുടിയേറ്റത്തിന്റെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന്റെയും സൈനിക ഇടപാടുകളുടെയും ഒക്കെ കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ നിലപാട് വ്യത്യസ്തമാണ്. അത്തരമൊരു മാറ്റമാണ് രാമസ്വാമിയുടെയും മസ്കിന്റെയും നിയമനത്തിലും ട്രംപ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വ്യാപാര വിജയം ഭരണവിജയമാകുമോ എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും കാര്യക്ഷമതയ്ക്ക് വേണ്ടി ഒരു വകുപ്പുണ്ടാക്കുകയും അതിന്റെ ചുമതല പ്രൊഫഷണലുകളെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നിർണായകമായ ഒരു പരീക്ഷണം തന്നെയാണ്. ഉദ്യോഗസ്ഥ പ്രഭുത്വത്തെ തകർക്കുകയും അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയും പാഴ്ചെലവുകൾ ഇല്ലാതാക്കുകയും ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കുകയൊക്കെ ചെയ്ത് പുതിയൊരു ഭരണകൂടത്തിന് വഴി തുറക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതൊരു ഭരണ സംവിധാനത്തിന്റെയും പ്രതിസന്ധികളാണല്ലോ ഇതൊക്കെ. പക്ഷെ വിദ്യാഭ്യാസ കാലം മുതൽ ഇടുങ്ങിയ രാഷ്ട്രീയത്തിൽ പങ്കെടുത്ത് അധികാരത്തിലെത്തിയാലും അഴിമതിയും വർഗീയതയും മെല്ലെപ്പോക്കുമാണ് ഭരണമെന്ന് കരുതുന്നവർക്ക് ഇത്തരം പരീക്ഷണങ്ങൾ ദയിച്ചെന്ന് വരില്ല. അതെ, ഉദാഹരണത്തിന് അരനൂറ്റാണ്ട് മുൻപ് അന്നത്തെ സാഹചര്യത്തിൽ രൂപീകരിച്ച വനം വന്യജീവി നിയമം ഇന്ന് ആയിരക്കണക്കിന് പേര് വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് മാറ്റാൻ തയ്യാറാകാത്ത നമ്മുടെ സർക്കാരുകൾ തന്നെ. മുനമ്പ് മുതൽ കാശ്മീർ വരെ ഇങ്ങനെ എത്ര ചട്ടങ്ങളാണ് ഈ മഹത്തായ ജനാധിപത്യം മനുഷ്യരെ കുടുക്കിയിട്ടിരിക്കുന്നത്. എന്തായാലും വിവേക് രാമസ്വാമി എന്ന ഇന്ത്യൻ വംശജൻ അമേരിക്കയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ഇന്ത്യക്ക് മാതൃകയാകുകയും ചെയ്യട്ടെ.